പറഞ്ഞു. പക്ഷേ എത്ര വർഷത്തെ എക്സ്പീരിയൻസ്? ഞാനിപ്പോൾ 23-24 വർഷത്തോളമായി ഞാൻ ഈ ഫീൽഡിൽ വന്നിട്ട്. ആറന്മുള വാസ്തുവിദ്യാ കേന്ദ്രത്തിൽ നിന്ന് പഠിച്ചിട്ട് അവിടെ അധ്യാപകരാണ് നമ്മളെ ഇതിന് ശിക്ഷണത്തിൽ, അവരുടെ ശിക്ഷണത്തിൽ തന്നെ 1-2 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. എന്നെ പ്രാക്ടീസിന് പോയി. അത് കഴിഞ്ഞാണ് ഞാൻ ജ്യോതിഷം പഠിച്ചതും പെൻഡുലശാസ്ത്രം പഠിച്ചതും എല്ലാം. അതിനുശേഷം ഇതിനോടനുബന്ധിച്ച് ആ സമയം പഠനകാലത്ത് ഞാൻ ഇതിന് വേണ്ടിയിട്ട് മാത്രം സമയം ചെലവഴിച്ചിട്ടുണ്ട്. അല്ല, എന്നിട്ട് വളർന്നിട്ട് ആ പെരയുടെ പുന്നപ്പുറല്ല അത് പിന്നെ 78.5 സെൻറ്റിമീറ്റർ പെര വളർന്നിരിക്കുക. പിന്നെ എൻ്റെ പേപ്പർ, നേരത്തെ പേപ്പർ അവിടെ ഉണ്ട്. ആ പേപ്പറും പ്രകാരം തന്നെ ഓരോ വശവും ഞാൻ അളന്ന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇത്രയും വ്യത്യാസം ഉണ്ടെന്ന്. അപ്പം അന്ന് പണിത മേച്ചിരിമാരല്ല ഇപ്പം നിൽക്കുന്നത്. അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് പണിത മേച്ചിരിമാരായിട്ട് എന്തോ സംതിങ് വാക്കുകാർക്കൊണ്ടായിട്ട് അവർ മാറിയിട്ട് അടുത്ത മേച്ചിരിമാരാണ് ഇപ്പോൾ പണിയുന്നത്. പിന്നെ അവരോട് വേണ്ട രീതിയിൽ ഇന്ന ചെയ്യണമെന്നും പറഞ്ഞിട്ട് അടുത്ത ഉത്തമം 37 പോലെ 16 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത 40 പോലെ 8 കണക്കുണ്ട്. ആ കണക്കിലേക്ക് മാറ്റിയിട്ട് 78 സെൻറ്റിമീറ്ററൂടെ പെര വലുതാക്കി റെഡിയാക്കി കൊടുക്കും. അപ്പോൾ അങ്ങനെ ഒരുപാട് സംഭവം ഞാൻ പറഞ്ഞത്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ പണിക്കാരിൽ നിന്നോ ഇല്ലെങ്കിൽ വേറെ എന്തെല്ലാം അഭാഗത്തിൽ നിന്നോ കണക്കിന് മാറ്റം വന്നു കഴിഞ്ഞാൽ പെരയുടെ കണക്ക് മാറും. പെരയുടെ കണക്ക് മാറുമ്പോഴത്തേക്ക് പിന്നെ അവിടെ അനിഷ്ടങ്ങളെ ഉണ്ടാവുള്ളൂ, നല്ലതൊന്നും സംഭവിക്കത്തില്ല. ഞാനൊരു കാര്യം ചെയ്തു. നമ്മുടെ ഈ ഒരു പെര ഒരു 2 സെന്റ് സ്ഥലമേ ഉള്ളൂ, 2.5 സെന്റ് സ്ഥലമേ ഉള്ളൂ. എൻ്റെ സംശയം വരുന്നത് അത്രേ ഉള്ളൂ സ്ഥലം, നമുക്ക് വേറെ സ്ഥലമില്ല. നീളത്തിലായിരിക്കുമല്ലോ 2.5 സെന്റ് സ്ഥലം, ചതുരോ നീളോ അങ്ങനെ. അപ്പൊ നമുക്ക് എന്തായാലും ഈ 2.5 സെന്റ് സ്ഥലത്തിനകത്ത് ഒരു ചെറിയൊരു മുറിയും ഒരു അടുക്കളയും ഇതല്ലേ പറ്റുന്നു. നമുക്ക് അവിടെ ഒരു ബാത്റൂം പണിയണമെങ്കിൽ നമ്മളത് അതിന് കാണാൻ, അതിന് ഏത് സ്ഥലത്ത് നമുക്ക് പണിയാൻ പറ്റും. ഇപ്പൊ കിഴക്ക് പടിഞ്ഞാറ് നിൽക്കുന്ന സ്ഥലം, ഇപ്പൊ എന്റെ വീടിന് തന്നെ ഇവിടെ ഉദാഹരണം എന്ന് പറയാം. എന്റെ വീടെന്ന് പറഞ്ഞാൽ കിഴക്ക് പടിഞ്ഞാറ് അതിരിക്കുന്നത് 2 സെന്റ് സ്ഥലത്തിലാന്ന് വെച്ചു. നമുക്ക് അപ്പുറം ഇപ്പുറം വേറെ സ്ഥലമില്ല. നമുക്ക് ഇതിനകത്ത് എവിടെ പണിയാൻ സ്ഥലം കിട്ടും ബാത്റൂം? എനിക്ക് അല്ല, എന്റെ ഒരു സംശയം. അത് കിഴക്ക് പടിഞ്ഞാറ് നീളം എന്തുമാത്രം കൂടുതലുണ്ട്, വീതി കുറഞ്ഞിട്ട് കിഴക്ക് പടിഞ്ഞാറ് 2.5 സെന്റിന്റെ എവിടെങ്കിലും ചേട്ടൻ പോയി ആ പാട്ട് 2.5 സെന്റ് സ്ഥലമേ ഉള്ളൂ, അവർക്ക് വെക്കാൻ ആ പാട് സ്ഥലം അത്ര. ഒരു അടുക്കളയ്ക്ക് സ്ഥലമുണ്ട്, ഒരു ചെറിയൊരു ബെഡ്റൂം പണിയാൻ. അപ്പൊ ഇതിനകത്ത് പടിഞ്ഞാറ് ബാത്റൂം പണിയാൻ പറ്റത്തില്ല, പിന്നെ സ്ഥലമില്ല. അപ്പുറത്തില്ല. കിഴക്ക് പണിയാൻ പറ്റത്തില്ല, കിഴക്ക് ദോഷമല്ല. തെക്ക് പണിയാൻ സ്ഥലമില്ല, കാര്യം നിലവിൽ നമുക്ക് 2 സെന്റ് സ്ഥലമേ ഉള്ളൂ. പടിഞ്ഞാറ് വടക്കും നമുക്ക് സ്ഥലമില്ല, കാര്യം 2 സെന്റേ ഉള്ളൂ. നമ്മൾ എവിടെ പോയി ഈ സാധനം എങ്ങനെ പണിയും? ഇപ്പൊ ആദ്യം കാണുമ്പോൾ തന്നെ അതിന്റെ പ്രമാണം അനുസരിച്ച് തെക്ക് വടക്ക് വീതി കുറഞ്ഞ് കീഴ്മേൽ ദീർഘമേയിടും നാഗപൃഷ്ഠം എന്ന പേരിനാൽ വർജ്യമായിടും എന്നാണ് പ്രമാണത്തിൽ തന്നെ പറയുന്നത്. അതായത് തെക്ക് വടക്ക് വീതി കുറഞ്ഞിട്ട് നീളം കിഴക്ക് പടിഞ്ഞാറ് നീളക്കൂടുതലായ വസ്തുവിനെ നാഗപൃഷ്ഠം എന്ന പേരിനാൽ വർജ്യമായിടുമെന്നാണ് പറയുന്നത്. അവിടെ പെരവെച്ച് താമസിക്കാൻ പാടില്ലാത്തതാണെന്നാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ നമുക്ക് ചെയ്യാം. എങ്ങനെ ചെയ്യാന്ന് പറയാമോ? ഇരുവശവും ഒരുപോലെ വിട്ടിട്ട്, അതായത് ഇപ്പം ഒരു 10 മീറ്റർ നീളമുള്ള വസ്തു 5 മീറ്റർ വീതിയേ ഉള്ളൂ. അങ്ങനെ ഒരു 10 മീറ്റർ നീളം എന്നുള്ളത് നമുക്ക് അതിനകത്ത് പെരയിൽ ഉൾക്കൊള്ളുന്ന ആ രീതിയിൽ ഒരു 2 മീറ്റർ ഫ്രണ്ടും വിട്ട് ഒരു 1.5 മീറ്റർ ബാക്കിലും വിട്ട് അങ്ങനെ നമ്മൾ സ്ക്വയർ ചെയ്തെടുത്തുകൊണ്ട് ബൗണ്ടറി കെട്ടിത്തിരിക്കും. ബൗണ്ടറി കെട്ടി ഈ പെരയ്ക്ക് വേണ്ടിയിട്ട് ബൗണ്ടറി കെട്ടും, പ്രത്യേകം ബൗണ്ടറി കെട്ടും. ബൗണ്ടറി കെട്ടിയിട്ട് അത് സ്ഥാനത്ത് വരത്തക്ക രീതിയിൽ ബൗണ്ടറി കെട്ടിയിട്ട് അതിൻ്റെ പുറകിൽ തെക്ക് ഭാഗത്തും കണക്കാക്കിയിട്ട് തെക്ക് ഭാഗത്തോട്ട് വരുന്ന രീതിയിൽ നമുക്ക് ബാത്റൂം ചെയ്യാവുന്ന. തെക്ക് ഭാഗത്ത് ഞാൻ പറഞ്ഞല്ലോ, തെക്ക് ഭാഗം ഈ 2.5 സെന്റ് സ്ഥലത്തിനകത്തൊരു പെര, ഒരു തെക്ക് ഭാഗം എന്ന് പറഞ്ഞാൽ പെര കഴിഞ്ഞുള്ള ഭാഗം. പെര കഴിഞ്ഞില്ലേ, പെരയുടെ ബാക്കിൽ തെക്ക് വശം, അല്ലാതെ പെരയുടെ നേരെ തെക്ക് വശമല്ല, ബാക്കിൽ പെരയുടെ ബാക്ക് കഴിഞ്ഞിട്ട് തെക്ക് വശം അവിടെ വെക്കാം. അഗ്നി കോണിൽ നമുക്ക് വെച്ചുകൂടാ. ഒരു കോണിൽ നമ്മൾ ഒന്നും കയറ്റി വെച്ചാൽ മതി. ബാത്റൂമുകൾ എന്ന് വരുന്നത് ഇപ്പം അഗ്നിഖണ്ഡവും അഗ്നിഖണ്ഡം 4ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ഖണ്ഡത്തിന്റെ കാര്യം ഞാൻ പറയില്ലേ, അഗ്നിഖണ്ഡത്തിലും വായുഖണ്ഡത്തിലുമാണ് നമുക്ക് ഈ ബാത്റൂമുകൾ വരേണ്ടത്. മനസ്സിലായോ? ബാത്റൂം എന്നാൽ ഇത് ഒന്നും കോണുകളിലേക്ക് കയറരുത്, ഒരു കോണിലേക്ക് മൂലയ്ക്കോട്ട് പോകരുത്. അഗ്നിമൂല കന്നിമൂല എന്ന് പറയത്തില്ല. എന്ന് പറഞ്ഞാൽ ആ മൂലയ്ക്കോട്ട് കയറാതെ നമ്മൾ അതിനൊരു സ്ഥാനമുണ്ട്. അപ്പോൾ അത് പെരയുടെ എൻഡ് വരുന്ന രീതിയിൽ പോകാതെ, ഉദാഹരണത്തിന് നമ്മൾ ഇങ്ങനെ ഒരു സ്ക്വയർ ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ സ്ക്വയറായിട്ട് വരയ്ക്കുമ്പം നമ്മൾ തെക്ക് കിഴക്ക് മൂല വരത്തില്ലേ, ആ മൂലയിൽ നിന്ന് തെക്കോട്ട് മാറാതെ അവിടുന്ന് വടക്കോട്ട് കയറ്റി വരുന്ന രീതിയിൽ എടുക്കാം. ഞാൻ പറഞ്ഞു മനസ്സിലായി, തെക്കോട്ട് മാറാന്ന് പറഞ്ഞാൽ ഈ 2.5 സെന്റ് സ്ഥലത്തിനകത്ത് നിറഞ്ഞു നിൽക്കും ഈ പെര. അതെ, ആ പെരയുടെ ഭിത്തിയില്ലേ, തെക്കേ ഭിത്തി നേരെ കിഴക്കോട്ട് മാറിയിട്ട് വടക്കോട്ട് എടുക്കാം. അതിന്റെ നേരെ അപ്പം പെരയുടെ മദ്യം കഴിഞ്ഞോ അല്ലെ വസ്തുവിന്റെ മദ്യം കഴിഞ്ഞോ അപ്പുറത്തോട്ട് പോരുന്നേ ഉള്ളൂ, വടക്കോട്ട് മാറരുന്നേ ഉള്ളൂ. ആ ഭാഗത്ത് നമുക്ക് ചെയ്യാവുന്ന.
ഈ തെക്ക് കണക്കും പ്രകാരം. അപ്പൊ അത് ഈ പിന്നെ അഗ്നിഖണ്ഡത്തിൽ വരികയും ചെയ്യും, എന്നാൽ അഗ്നികോണിലേക്ക് പോവുകയും ചെയ്യത്തില്ല. അഗ്നികോണിൽ വരരുതെന്നേ പറഞ്ഞു. കുറച്ച് സ്ഥലമുള്ള ആൾക്കാർ അതെ സാർ പറഞ്ഞു. എന്റെ ഒരു സംശയത്തിന്റെ പേരില് ഞാനും അത് ചോദിക്കണമെന്നും പറഞ്ഞു. നമുക്ക് ആകെപ്പാട് ഇത്ര സ്ഥലമേ ഉള്ളൂ. നമുക്ക് തെക്കും ഇല്ല സ്ഥലം, വടക്കും ഇല്ല, പടിഞ്ഞാറും ഇല്ല. ഒരു 420 സർക്കാരിന്റെ അല്ല ഒരു പേര് 420 പിന്നെ സ്ഥലമില്ല. അതെ, ഇപ്പൊ സർക്കാർ കൊടുക്കുന്ന കണക്കിൽ 420 മേളിൽ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് വാസ്തുപ്രകാരം നമുക്കതിന് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ വാസ്തുപ്രകാരം വരുമ്പോൾ എങ്ങനെയാണെങ്കിലും ലേശം കൂടും, ഇല്ലെങ്കിൽ അതിൽ കുറച്ചെടുക്കണം. 3 കോൽ 16 എന്ന് പറഞ്ഞ കണക്ക് മുതലേ നമുക്ക് കണക്കുകളുണ്ട്. അതായത് ചെറിയൊരു ഷെഡ് വെക്കുന്ന, അല്ലെങ്കിൽ ചെറിയൊരു തറ, അതായത് നാഗങ്ങളുടെയൊക്കെ തറ ചെയ്യത്തില്ല, അതേപോലുള്ള തറ മുതൽ നമുക്ക് വലിയ കണക്കുകൾ, വലിയ ബിൽഡിങ്ങുകൾ ചെയ്യുന്നവരുള്ള കണക്കുകളുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ നമുക്ക് നമ്മുടെ ആ പുരയിടത്തിന് ഏത് രീതിയിൽ അനുയോജിക്കത്, ഇപ്പോൾ വീതി കൂടിയിട്ട് നീളം കൂടുതലുള്ള വസ്തുവാണെങ്കിൽ അതിനനുസരിച്ച് പ്ലാൻ തയ്യാറാക്കാം. അതിന് കൃത്യാംശം എന്നൊരു സംഭവം ഉണ്ട് അതിനകത്ത്. ഇത്ര കോൽ നീളം ഉണ്ടെങ്കിൽ ഇത്ര കോൽ വീതിയെ ആകാവൂ എന്ന്. അതായത് ഒത്ത ഉയരം ഒത്ത വണ്ണമുള്ള ഉത്തമനായ ഒരു മനുഷ്യൻ എന്ന് പറയത്തില്ലേ, എന്ന് പറഞ്ഞാൽ വീതി ഒരു 6 മീറ്റർ 5 മീറ്റർ ഉണ്ടെങ്കിൽ കൃത്യാംശം കണക്കാതെ, അത് വാസ്തുവിനകത്ത് പ്രത്യേകം കൃത്യാംശം കണക്ക് പറയുന്നത്. ഇത്ര കോൽ വീതി ഉണ്ടെങ്കിൽ ഇത്ര കോൽ നീളവേ ആകാവുള്ളൂ. അതായത് ശരിക്കും നീളമുള്ള ഒരാൾക്ക് തീരെ വണ്ണം കുറഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അയാളെ കാണാനൊരു സുഖം തോന്നില്ല. എന്ന് പറഞ്ഞാൽ തീരെ പൊക്കം കുറഞ്ഞ ഒരാൾക്ക് നല്ല വണ്ണമാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പോൾ അതൊരു വൃത്തികേടല്ലേ. എന്ന് പറഞ്ഞാൽ ഒത്ത വണ്ണം ഒത്ത ഇതെന്ന് പറയത്തില്ലേ, അതാണ് കൃത്യാംശം എന്ന് പറയുന്നത്. മലയാളത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ അതാണ് കൃത്യാംശം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്ര നീളം ഉണ്ടെങ്കിൽ ഇത്ര വീതിയേ ആകാവൂ. അതൊരു കോൽ പ്രമാണം അനുസരിച്ച് അങ്ങനെ പറയുന്നുണ്ട്. അതിനനുസരിച്ചാണ് കൃത്യാംശം ഒപ്പിച്ചാണ് വീടിൻ്റെ വീതി ദീർഘ വിസ്താരം കണക്കാക്കുന്നത്. ഇപ്പം എന്നിട്ട് എഞ്ചിനീയർമാർ വരയ്ക്കുമ്പോൾ അങ്ങനല്ല, ഇപ്പം അങ്ങനെ വരയ്ക്കത്തില്ല. 3 മീറ്റർ ഇല്ലെങ്കിൽ 3 മീറ്റർ രണ്ട് ബെഡ്റൂം 3 മീറ്റർ വീതം അങ്ങോട്ട് സ്ക്വയർ ഫീറ്റ്. ഇപ്പം നമ്മൾ എത്ര 600 സ്ക്വയർ ഫീറ്റാണ് പറയുന്നതെങ്കിലും ഈ 600 കൃത്യമായ സ്ക്വയർ ഫീറ്റിൽ അവർ വരച്ചു തരും. പക്ഷെ ഒരു വാസ്തുപ്രകാരം ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് 600 എന്നുള്ള കൃത്യമായി എടുക്കാൻ പറ്റത്തില്ല. 40 പോലെ 8 പറഞ്ഞ കണക്കുണ്ട്. ആ കണക്ക് വരുമ്പോഴത്തേക്ക് ഒരു 570 സ്ക്വയർ ഫീറ്റ് അങ്ങനെ വരത്തുള്ളൂ. അതിനേക്കാൾ മേളിപ്പോൾ എന്ന് പറഞ്ഞാൽ 636 43 കോൽ അങ്ങനെ മേലോട്ട് പോകും നമുക്ക് ആവശ്യാനുസരണം. അപ്പം നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പഞ്ചായത്തുകാരെ കാണിക്കാൻ വേണ്ടി ചിലപ്പോൾ ഒരു വശം കട്ട് ചെയ്ത് കുറച്ച് അങ്ങനെ എടുക്കാം. പുതിയൊരു സ്ഥലം മേടിച്ചിട്ട് ഒരു സ്ഥലം മേടിച്ചിട്ട് നമ്മൾ ഈ പെര വെക്കുന്നതിനെക്കാട്ടും നമ്മൾ ഫസ്റ്റില് ചെയ്യേണ്ട കാര്യമുണ്ട്. നമ്മൾ ആ വസ്തു വാങ്ങുമ്പോൾ നമ്മൾ പെര വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഒരു ഉത്തമനായ ഒരു ആളെ കൊണ്ടുവന്ന് കാണിച്ചിട്ട്, അതായത് വാസ്തുവിനെ കൊണ്ട് കാണിച്ച് പുള്ളിയുടെ, അതായത് അതിന് ഇപ്പോൾ വസ്തു പലതുണ്ട്. അതായത് 4 മൂലകളുള്ളതുണ്ട്, 5 മൂലകളുള്ളതുണ്ട്, 6 കോണുകളുള്ളതുണ്ട്. അങ്ങനെ ഓരോരോ ഇതുണ്ട്. അപ്പം സമയരോ ദീർഘേതരോ ആയിട്ടുള്ള വസ്തുവാണ് നമുക്ക് പ്രധാനമായിട്ടും ഇതിന് വാസ്തുവിനായിട്ട് ഉപയോഗിക്കേണ്ടത്, വരവേക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നമുക്കൊരു 5 മൂലയുള്ളൊരു വസ്തുവാണ് നമുക്കുള്ളതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് 4 മൂല വരുന്ന രീതിയിൽ അത് ബൗണ്ടറി കെട്ടി തിരിച്ചിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാവുന്നതാണ്. ഇപ്പം ചില ആൾക്കാർ വഴി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ ഒരു സൈഡിൽ കൂടെ റോഡ് പോയിട്ട് നമ്മുടെ ബാക്കിൽ കൂടെ തിരിഞ്ഞ് അവരുടെ പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ മൂലയൊന്ന് വളച്ചു കൊടുക്കും, വസ്തുവിൻ്റെ മൂലയൊക്കെ ഒന്ന് വളച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഇപ്പം 4 മൂലയ്ക്കും പ്രാധാന്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു മൂല പോയി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ദോഷങ്ങൾ, നമുക്ക് അനിഷ്ടങ്ങൾ നമ്മുടെ വീട്ടിൽ വരും. അപ്പോൾ ആ മൂല അഥവാ നമുക്ക് വളച്ചു കൊടുക്കേണ്ടി വന്നാലും ആ വളവ് കഴിഞ്ഞുള്ള മുന്നോട്ട് കയറ്റിയിട്ട് ഒരു ബൗണ്ടറി കെട്ടിയിട്ട് നമ്മുടെ വസ്തു ഉള്ളിൽ പെര നിൽക്കുന്ന വസ്തു 4 കോണ് വരത്തക്ക രീതിയിൽ ആക്കിയെടുക്കണം. അപ്പം 4 കോണിന് തുല്യത കിട്ടും. അതുപോലെ നമുക്ക് ഗുണമുണ്ടാകും. അത് അങ്ങനെയാണ് അതിനകത്തുള്ള വരുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം 4 വസ്തു, ഒരു വസ്തുവിന് 4 കോണുകളുണ്ടായിരിക്കണം. ഈ കോണുകൾ കൂടുമ്പോഴത്തേക്ക് അതിനനുസരിച്ചുള്ള അനിഷ്ടങ്ങൾ ഓരോരോ. അതുപോലെ ദർശനം എങ്ങോട്ടാണോ വീടിൻ്റെ ദർശനം വരുന്നത്, ആ വീടിന് ഗോമുഖമെന്നും അധോമുഖമെന്നും പറഞ്ഞ് 2 വസ്തുക്കൾ വരുന്നത്. അതിൽ വീടിൻ്റെ ദർശനം എങ്ങോട്ടാണോ ആ ഭാഗത്ത് വസ്തുവിന് വീതി കൂടിയിരുന്നാൽ ഗോമുഖമെന്നും വസ്തുവിന് വീതി കുറഞ്ഞിരുന്നാൽ അധോമുഖമെന്നും പറയുന്നു. വിനീഷ് തോട്ടപ്പള്ളി.